നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഇന്ന് നമ്മൾ ഒരു അടിപൊളി മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. തനി നാടൻ മാങ്ങ അച്ചാർ, കേരള സ്റ്റൈൽ മാങ്ങ അച്ചാർ എന്നൊക്കെ പറയാം. അപ്പോൾ എൻ്റെ മാങ്ങ അച്ചാർ ഇങ്ങനെയാണ്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് നമ്മുടെ വെയിറ്റ് ലോസ് വീഡിയോസിനകത്ത് ഞാൻ മാങ്ങ അച്ചാർ കൂട്ടുന്നത് കണ്ടിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വെയിറ്റ് ലോസിന് മാങ്ങാച്ചാർ കഴിക്കാമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനകത്താകുമ്പം കുറേ പ്രിസർവേറ്റീവ്സും അതുപോലെ തന്നെ ഒരുപാട് ഉപ്പും ഒക്കെ ചേർത്തിട്ടാണ് അവരുണ്ടാകുന്നത്. കാരണം അത് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാങ്ങാച്ചാറോ ഒക്കെ നമുക്ക് അച്ചാറുകൾ ഏത് വേണമെങ്കിലും നമുക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ മാങ്ങാച്ചാർ, നല്ല വായിൽ കപ്പലോടുന്ന അടിപൊളി കഞ്ഞിയൊക്കെ കുടിക്കാൻ ഈ ഒരു മാങ്ങാച്ചാർ ധാരാളം മതി. ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മാങ്ങാച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ നമ്മുടെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോ മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ഞാൻ 1 മണിക്കൂർ മുമ്പ് ഉപ്പിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം മിനിമം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉപ്പിട്ട് വെക്കുക. അപ്പോൾ അതിൻ്റെ ഇപ്പം നിങ്ങൾക്ക് കാണാം, അതിനകത്തെ ഉപ്പും വെള്ളവും ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് എടുക്കണം. കുറച്ച് ഏറെ വേണം. കുറച്ച് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള തന്നെ ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതുമല്ല, നമ്മൾ എന്തോരം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു മാങ്ങാച്ചാറിന്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഏറെ എടുക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ കറിവേപ്പിലും അതുപോലെ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ കുറച്ച് ഏറെ എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിനായിട്ടൊരു കൂട്ട് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാര്യം നമ്മുടെ മാങ്ങാച്ചാർ നന്നായിട്ട് വഴറ്റിയെടുക്കാനും അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കാനും ഇങ്ങനെ ഒരു കൂട്ട് നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പം അതിനായിട്ട് ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്ന് പറയുമ്പം അതിനകത്ത് കാശ്മീരി ചില്ലിയും അതല്ലാതെ നോർമൽ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല 3 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ പച്ചമുളക് ചേർത്തിട്ടില്ല. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ല ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ വേറെ പൊടികളൊന്നും ഇപ്പം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഉലുവയുടെ പൊടിയും അതുപോലെ കായപ്പൊടിയും ഈ സമയത്ത് വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ല ഒരു സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കറി വെക്കാനായിട്ട് നമ്മളിത് വഴറ്റിയെടുക്കാനും അതുപോലെ അതിൻ്റെ പച്ചമണവും ഒക്കെ പെട്ടെന്ന് പോയി കിട്ടാനായിട്ട് ഒരുപാട് സഹായിക്കും. അതിനാണ് നമ്മളിങ്ങനെ കലക്കി വെക്കുന്നത്. ഞാൻ നമ്മുടെ മീൻകറി ഇങ്ങനെ മുളക് വെക്കുന്ന ഏത് കറി ആയാലും ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറി കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അച്ചാറിൻ്റെ പ്രോസസ്സിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. ഇപ്പം ഹെൽത്തി ആയിട്ട് നമുക്ക് വെക്കേണ്ടത് കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ 3 ടേബിൾ സ്പൂൺ എന്നുള്ളത് കുറച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കാം, പ്രശ്നമില്ല. അപ്പോൾ ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കടുക്, 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പൊട്ടി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ചേർക്കാം. നല്ലെണ്ണയും നല്ലതാണ്. അച്ചാർ വെക്കുമ്പം നല്ലെണ്ണയാണ് കൂടുതൽ ആൾക്കാർ ചേർക്കുന്നത്. ഇപ്പം വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി എന്ന് പറയുന്നത് വലിയ വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് ഒരുപാടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളുത്തുള്ളി. ഈ മാങ്ങാച്ചാറിനകത്ത് വെളുത്തുള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് മുരിഞ്ഞ് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം. അതുപോലെ അത്ര നേരം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഇഞ്ചി നിങ്ങൾ അരിയുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും പൊടിയായിട്ട് അരിയാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ കറിക്ക് ഫുള്ള് ആ ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ പെട്ടെന്ന് കിട്ടും. ഇനി ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലാതെ ഇങ്ങനെ വെള്ള കളറായിട്ട് തന്നെ കിടന്നാൽ അത് പച്ച ചുവയ്ക്കും. അതുകൊണ്ട് നന്നായി ഇപ്പം നല്ല ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്.
അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം കറിവേപ്പില നിങ്ങൾക്ക് എന്തോരം ചേർക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ തനി നാടൻ അച്ചാറുകളൊക്കെ ആകുമ്പോഴത്തേക്കിന് കറിവേപ്പില ഒരുപാട് നമ്മൾ ചേർക്കും. അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ അതിലേക്ക് മുളകും കൂടെ ചേർത്തിട്ടുണ്ട്. മുളക് ഞാൻ ചേർത്തത് വീഡിയോ റെക്കോർഡായിട്ടില്ലായിരുന്നു. എന്തായാലും ഞാൻ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ഈ മുളക് കലക്കുന്ന സമയത്തും ആഡ് ചെയ്ത് വെക്കാം. പക്ഷേ ഈ സമയത്ത് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അതായത് നമ്മുടെ ഈ ഒരു മാങ്ങയുടെ പുളിയും എരിവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആകാനായിട്ട് വളരെ നല്ലതാണ്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ്, നമ്മൾ ഓൾറെഡി മാങ്ങ ഉപ്പിട്ടാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഉപ്പ് നിങ്ങൾ ചേർക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഞാൻ ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. കാര്യം നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു മുളകെന്ന് പറയുന്ന ഈ ഒരു കൂട്ട് ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ എത്രയും നേരം നിങ്ങൾ വഴറ്റാമോ അത്രയും നേരം നിങ്ങൾക്ക് വഴറ്റുക, കൈ എടുക്കാതെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അച്ചാറിന്. അതായത് ഈ ഒരു റെഡ് കളർ മാറിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ട് നമ്മുടെ ഈ ഒരു മുളക് വരും. അത്രയും നേരം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അതിനുശേഷം മാങ്ങ ചേർക്കുമ്പോഴായിരിക്കും നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് സമയം എടുക്കും, എന്നാലും സാരമില്ല, നിങ്ങൾ കഴിവതും നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പം ഏകദേശം അതിൻ്റെ പരുവായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു വെളുത്തുള്ളിയും അതൊക്കെ കണ്ടോ എല്ലാം അതിൻ്റെ അകത്തുനിന്ന് വിട്ടുപോരുന്ന ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പോർഷൻ ഇത് പറയുന്നത്. അപ്പം നിങ്ങൾ കഴിവതും നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആ മാങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1 മണിക്കൂർ മുമ്പ് നമ്മൾ ഉപ്പിട്ട് തിരുമ്മി വെച്ചിരുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ വേണം നിങ്ങൾക്ക് കുറച്ച് കായപ്പൊടി ആ സമയത്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കുറച്ച് ചിലർ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഈ സമയത്ത് ഒരിക്കലും നമ്മൾ തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചാൽ നമ്മുടെ മാങ്ങ വെന്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും തീ കൂട്ടി വെക്കരുത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒരു 1 തൊട്ട് 2 മിനിറ്റ്, മാക്സിമം 2 മിനിറ്റിൽ കൂടുതൽ വെക്കരുത്. കാര്യം മാങ്ങ വെന്തുവും. അതായത് മാങ്ങയ്ക്ക് എപ്പോഴും നമ്മളിങ്ങനെ കടിക്കുമ്പോൾ ഒരു ക്രഞ്ച് ഉണ്ടാകണം. അപ്പോൾ ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എല്ലാം കറക്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാങ്ങാച്ചാറാണ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കറി ലീഫ്സ് വെച്ചിട്ട് അതൊന്ന് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ ടേസ്റ്റിയാണ്. ഞാൻ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ ഹെൽത്തി ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ എണ്ണയുടെ ആ ഒരു എമൗണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചാൽ മതി. പക്ഷേ അപ്പം പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ എടുത്ത് യൂസ് ചെയ്ത മാങ്ങ നല്ല പുളി ഉള്ളതുകൊണ്ടാണ് ഞാൻ വിനാഗിരി യൂസ് ചെയ്യാഞ്ഞത്. നിങ്ങൾക്ക് കുറച്ച് നാളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. കുറച്ച് വിനാഗിരി ചൂടാക്കിയിട്ട് അത് തണുത്ത ശേഷം മാത്രം, നന്നായിട്ട് തിളപ്പിച്ച് തണുത്ത ശേഷം മാത്രം നമ്മുടെ അച്ചാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ഒരു ഗ്രേവി വേണം, കുറച്ചൊരു ചാറായിട്ട് ഇരിക്കണം എന്നുള്ളവരാണെങ്കിലും ആ വിനാഗിരിയുടെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അത് നന്നായിട്ട് തണുത്ത ശേഷം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുറച്ച് നാളൊക്കെ വെക്കണമെന്നുള്ളവരാണെങ്കിലും. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ഗ്രേവിയൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ഈ ഒരു പരുവാണ് ഇഷ്ടം. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരുത്താം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസിയാണ്, അതേപോലെ നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ നമുക്ക് അവിടെ പിക്ചറിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ എത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഞാനിപ്പം നല്ല ചോറിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ കുറച്ച് പിക്കിളൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം എല്ലാവരും നമ്മുടെ ഈ ഒരു പിക്കിൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കഞ്ഞിയൊക്കെ ചൂട് കഞ്ഞിയുടെ കൂട്ടത്തിലൊക്കെ കോമ്പിനേഷൻ ചേർക്കാൻ പറ്റുന്ന അടിപൊളി ഒരു അച്ചാറാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പം അതിൻ്റെ അകത്ത് 3 ഓപ്ഷൻസാണ് വരുന്നത്. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.